മക്കളെ ഇത് വല്യമ്മാന്റെ വെറ്റിലിട്ടിട്ട് മുറുക്കല്ലേട്ടാ, തൊള്ളേന്ന് ചോര വരികയാണേ. എന്താന്നല്ലേ എന്നേ എപ്പ പറഞ്ഞേട്ടാ. ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നലെ 48 hours ഫുള്ള് ടൈം നമ്മൾ ഉറക്കത്തിലായിട്ടില്ല, നമ്മൾ ഉണർന്ന് നിൽക്കുകയാണെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല്ലുവേദന വന്നിക്കാണ്. നമ്മൾ മിഞ്ഞാന്ന് ഷോപ്പിൽ പോകാൻ തുടത്തി. അപ്പൊ ഒന്ന് കുളിച്ചു രാവിലെ തന്നെ. നമ്മൾ കുളി തെറ്റിയ പഠിച്ചവനെ നീരിറങ്ങിപ്പോയി. ആ വേദന കൊടുക്കാൻ സഹിക്കാൻ പറ്റില്ല മക്കളെ. കുടുത്തം വിട്ട് നമ്മൾ കുടുത്തം വിട്ടുകൊണ്ടാകുമ്പോ ഇവിടെ ഈ കസാലും ഇരിക്കേണ്ടി വന്നേ. അല്ലാതെ ഒരു വേദന മാറി കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പിയായിട്ട് ഷോപ്പിൽ പോയപ്പോഴേ രണ്ടാമത്തെ തൊള്ള കൂട്ടേണ്ടി വന്നത്. അതാണ് നമ്മളെ ഗതി. ഇങ്ങനെ ആരിന്റെ കൂടെ ഇല്ലെങ്കിലും വേദന കൂടെ വന്നുകൊണ്ടേ ഇരിക്കാണ്. എന്താ ചെയ്യല്ലേ ഇന്റെ ഗതികേടെ. എന്തായാലും കിട്ടിയോണ്ട് നമുക്ക് അൽഹംദുലില്ലാ അതൊന്ന് മുട്ടായോ അല്ലേ. മക്കളെ വേദന സഹിച്ചിട്ട് ഞാൻ ഒറ്റ ഉള്ളിൽ കൊണ്ടില്ല. ഡോക്ടറെ പല്ലെടുത്തോളിന്നാണ് പഹയെന്ന് അവിടെ ഇരിക്കുന്നതാണോ. ഒന്നും നോക്കില്ല. ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോഴാണ് മോൻ ഞാൻ അവിടെ കണ്ട പരിചയമുണ്ടല്ലോ. പിന്നെ എനിക്ക് മനസ്സിലാവും. ഡോക്ടറെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടറെ ഇനി മറക്കൂല. പിന്നെ ഒരാള് ഓർമ്മ ഉണ്ട്. അക്ക് മനസ്സിലായി എന്റെ പെങ്ങളല്ലേ ചോദിച്ചു. അങ്ങനെ നമ്മൾ ഓർമ്മ ഉള്ളതേ കേട്ടോ. അല്ല ഫോളോവേഴ്സും കാര്യത്തിലല്ല. തിരക്കില്ലല്ലോ. എന്തായാലും കഥ പിന്നെ നമുക്ക് ആക്കാം. ഡോക്ടർ നിങ്ങൾ പല്ല് പറിച്ചോളി, ഇനി കഥ തുടരല്ലേ. നമുക്ക് നാട്ടുകേസാണത്. എന്തായാലും ബായ തുറക്കാതെന്ന് പറഞ്ഞു. ബായ തുറന്നപ്പോ പടച്ചോനെ ഡോക്ടർ ഇവിടത്തെ അല്ല കാറ്റ് എല്ലാ കാറ്റ് പൊടിച്ചില്ലല്ലോ. എന്തിപ്പോ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അല്ലേ ഞാൻ മാസ്ക് കുത്തിയ അതിനാണ്. ഇപ്പൊ മനസ്സിലായി ഓടിക്കട്ടോ. എന്തായാലും കുട്ടിയെ അത് തൊള്ളനുള്ളിൽ ഫുള്ള് ഇതല്ലോ ശില്പിയോടാണല്ലോ. അത് 1986 താജ്മഹൽ നിർമ്മിച്ചതാണേ. അപ്പൊ അതിനുള്ളിൽ മുംതാസും ഷാജാനൊക്കെ അതിന്റെ ഉള്ളിലായിരുന്നില്ലേ. പിന്നെ തരക്കല്ല ഈ ഡോക്ടർ നോക്കിയതാ. എന്തായാലേ കുട്ടി ആദ്യം ജിനോസറിന്റെ പല്ല് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ കുടിച്ചോ അടുത്ത